Welcome to your online banking guru Insight JIB. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റംസ്, അതിൻ്റെ പ്രോഡക്ട്സ്, അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രോഡക്ട്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് JIBയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുമ്പോഴും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് സാധാരണ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ, ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു കൊണ്ടുവന്നു. അതിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്യണമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഫിനാൻഷ്യൽ സൈഡിൽ RBI ഒരുപാട് ഇംപ്രൂവ്മെന്റ്സും ഇന്നോവേഷൻസും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് ക്ലിയറിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ NEFT, RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം, ഇങ്ങനെയുള്ളത് ക്ലിയറിംഗ് സിസ്റ്റത്തിൽ. പിന്നെ RBI ബോർഡ് ഫോർ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അങ്ങനെ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തു. ഈ ബോർഡ് ഫോർ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് 2005 അതുമായിട്ട് അനുബന്ധപ്പെടുത്തി ഒരു വിഷൻ ഡോക്യുമെന്റ് റിലീസ് ചെയ്തു. ഇൻകോർപ്പറേറ്റിംഗ് എ പ്രപ്പോസൽ ടു സെറ്റപ്പ് ആൻ അംബ്രല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഓൾ ദ റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റംസ് ഇൻ ദ കൺട്രി. രാജ്യത്തെ എല്ലാ റീറ്റെയിൽ പേയ്മെന്റ് സിസ്റ്റംസും കൂടെ ഒരു അംബ്രല്ല ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ കൊണ്ടുവരത്തക്കവണ്ണം ഒരു വിഷൻ ഡോക്യുമെന്റ് റിലീസ് ചെയ്തു. ഇത് ആണ് ശരിക്ക് NPCI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്തത്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ, അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ അതായത് ഉപയോഗിക്കുന്നത് 1 ECS ഇലക്ട്രോണിക് ക്ലിയറിംഗ്, 2 NEFT, 3 RTGS, 4 CTS, 5 IMPS, 6 UPI, 7 NACH, 8 ക്രെഡിറ്റ് കാർഡ്സ്, 9 ഡെബിറ്റ് കാർഡ്സ്, PPIs, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ക്ലിയറിംഗ്, ഫോറക്സ് ക്ലിയറിംഗ്. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം, ഇത് ക്ലിയറിംഗുമായിട്ടും പിന്നെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ആണ്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 2008 ഡിസംബറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. NPCയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ അല്ല. ഇത് IBAയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ജോയിന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ഇതിന് 10 പ്രൊമോട്ടർ ബാങ്ക്സ് ആണുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, BOB, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, സിറ്റി ബാങ്ക് ആൻഡ് HSBC. NPCയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് എനി ടൈം എനിവെയർ പേയ്മെന്റ് സർവീസസ് that are simple, easy to use, safe, secure, fast and also cost effective. NPCയുടെ വിഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സമയത്തും എവിടെ നിന്നും പേയ്മെന്റ് സർവീസസ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെന്റ് സർവീസസ് ചെയ്യാൻ കഴിയണം. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള, പെട്ടെന്ന് കൊടുക്കാവുന്ന രീതിയിലുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെ വേണം ചെയ്യാൻ. ഇതാണ് അവരുടെ വിഷൻ. അങ്ങനെയാണ് ഈ IMPS വിത്ത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്, ഇന്ത്യ ഹാസ് ബിക്കം ദ ലീഡിംഗ് കൺട്രി ഇൻ ദ വേൾഡ് ഇൻ റിയൽ ടൈം പേയ്മെന്റ്സ് ഇൻ ദ റീറ്റെയിൽ സെക്ടർ. അങ്ങനെ അതിൻ പ്രകാരമാണ് നമ്മൾ IMPS സെറ്റപ്പ് ചെയ്തത്. അതിന്റെ കെയർ ഓഫിൽ ഇന്ത്യ ഹാസ് ബിക്കം ദ ലീഡിംഗ് കൺട്രി ഇൻ ദ വേൾഡ് ഇൻ റിയൽ ടൈം പേയ്മെന്റ്സ് ഇൻ ദ റീറ്റെയിൽ സെക്ടർ. National Financial Switch and Check Truncation System continues to be the flagship products of NPCI. NPCയുടെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്, അതിലുള്ള ഒന്നായിരുന്നു IMPS. അങ്ങനെയാണ് ഇന്ത്യ ഹാസ് ബിക്കം ദ ലീഡിംഗ് കൺട്രി ഇൻ ദ വേൾഡ് ഇൻ റിയൽ ടൈം പേയ്മെന്റ്സ്. അടുത്തത് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് NFS, പിന്നെ CTS ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. ഇത് രണ്ടും ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. It has been termed as the revolutionary product in the payment system. മുകളിൽ പറഞ്ഞ 2 ക്ലിയറിംഗിൽ ആണെന്നുണ്ടെങ്കിൽ ഇത്
പേയ്മെന്റ് സിസ്റ്റത്തിൽ ഭയങ്കര റെവല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മൊബൈൽ പേയ്മെന്റ്, ഗൂഗിൾ പേ, ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ ഒരുവിധം ജനങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ ഇതൊരു വലിയ റെവല്യൂഷൻ, അതായത് കയ്യിൽ കാശ് കൊണ്ടു നടക്കാതെ ഈ ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് സമയത്തും എപ്പോഴും എവിടെയും, മറ്റേത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ തുക കൊണ്ടു നടക്കണം, കൊണ്ടു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ ഫിസിക്കലായിട്ട് പോയി വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് ഏത് സമയത്തും ആർക്കും എങ്ങനെയും കൊടുക്കാം, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാ കടകളിലും അക്സെപ്റ്റ് ചെയ്യും, എന്ത് സാധനം വാങ്ങിക്കാം, എന്ത് സാധനവും വാങ്ങിക്കാനൊക്കെ ഇതിനെല്ലാം ഈ വക പേയ്മെന്റ് നടത്തിയാൽ മതി. അതായത് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് ഇന്ത്യ ക്രമേണ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ദി അതർ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് റുപേ ക്രെഡിറ്റ് കാർഡ്, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് NCMC ആൻഡ് നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ NETC. ടോൾ കളക്ഷന്, ക്രെഡിറ്റ് കാർഡ്, NCMC, ഇതെല്ലാം ഇതിന്റെ തുടർന്നുള്ള പ്രോഡക്റ്റുകളായിരുന്നു. ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം ഇന്ത്യ ഇൻടു എ ലെസ് ക്യാഷ് സൊസൈറ്റി, ക്യാഷ് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്താത്ത ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യം. ഈ സം പേയ്മെന്റ് സിസ്റ്റംസ് ഓർ പ്രോഡക്ട്സ് മാനേജ്ഡ് ബൈ NBCI ഇപ്പോൾ മാനേജ് ചെയ്യുന്ന കുറച്ച് പേയ്മെന്റ് സിസ്റ്റംസും പ്രോഡക്ട്സും അത് ഇതൊക്കെയാണ്: NFS നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, NACH നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, റുപേ കാർഡ്സ് ഇത് ക്രെഡിറ്റ് കാർഡ്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് IMPS, AEPS ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, BHIM ഭാരത് ഇന്റർഫേസ് ഫോർ മണി, UPI യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്, BBPS ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം, BQR ഭാരത് QR കോഡ് ജനറേറ്റ് ചെയ്ത് പേയ്മെന്റ് നടത്തുന്നത്. പിന്നെ NCMC നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്, നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ, ഇലക്ട്രോണിക് ആയിട്ടുള്ള, അതായത് ഫാസ്ടാഗ് പോലുള്ള ഉപകരണങ്ങൾ. NBCയുടെ ഇനി നമുക്ക് ഓരോ പ്രോഡക്റ്റ് വൈസ് ആയിട്ട് കുറച്ച് അതിന്റെ ഡീറ്റെയിൽസ് കൂടെ പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് NFS. ഇത് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയാം ഒരുപാട് ATMs ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ATMs എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിലാണ്. നാഷണൽ ഫൈനാൻഷ്യൽ സ്വിച്ച്, ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs ഇൻ ഇന്ത്യ. ഇത് ഡെവലപ്പ് ചെയ്തതും ഡിപ്ലോയ് ചെയ്തതും IDRBT ആണ്. 2004 ഡെവലപ്ഡ് ആൻഡ് ഡിപ്ലോയ്ഡ് ബൈ ദ IDRBT with the goal of interconnecting the ATMs in the country and facilitating convenience banking. ATM വന്നു തുടങ്ങിയതോടെ ഈ ATMs എല്ലാം കൂടെ ഇന്റർകണക്ട് ചെയ്തിട്ട് കൂടുതൽ സൗകര്യമായിട്ട്, അതായത് ഏത് ATMിൽ പോയി പേയ്മെന്റ് എടുക്കാം, ഏത് ATMിൽ പോയി വേണമെന്നുണ്ടെങ്കിലും ഇപ്പോഴ് CDSൽ കൂടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കും, ഏത് ബാങ്കിലേക്കും, അങ്ങനെ ബാങ്ക് വൈസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് ATMിൽ ചെന്നാലും ഏത് ബാങ്കിൽ നിന്നുള്ള വിഡ്രോവലൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു ഗോള് ഓഫ് ഇന്റർകണക്ടിങ് ദ ATMs in the country and facilitating convenience banking. അത് കഴിഞ്ഞിട്ടാണ് അത് ഇറ്റ് ഈസ് ടേക്കൺ ഓവർ ബൈ NBCI ഫ്രം IDRBT ഓൺ December 14, 2009. ഈ ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്തിരിക്കണം, ചിലപ്പോൾ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ as on 31st January 2022 there were 1,203 members using NFS network connected to more than 2.55 lakh ATM. ഏതാണ്ട് 2.5 ലക്ഷത്തിൽ കൂടുതൽ ATMുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 1203 കൂടുതൽ മെമ്പേഴ്സ് 2022 ജാനുവരിയിലെ കണക്ക് വെച്ചാണ് പറയുന്നത്. NFS offers basic services like cash withdrawal, balance enquiry, PIN change and mini statement. ഈ സ്വിച്ചിൽ നിന്നും നമുക്ക് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ, അതായത് ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കും, ബാലൻസ് എൻക്വയറി ചെയ്യാനൊക്കും, പിൻ ചേഞ്ച് ചെയ്യാനൊക്കും ആൻഡ് മിനി സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഇത് കൂടാതെ വാല്യൂ ആഡഡ് സർവീസസ് ATMസിൽ കൊടുക്കുന്നുണ്ട് ടു കാർഡ് ഹോൾഡേഴ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പർ ബാങ്ക്സിലേക്ക്. ഇന്റർ ഓപ്പറബിൾ ക്യാഷ് ഡെപ്പോസിറ്റ് ICD ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കും. മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ, മൊബൈൽ ബാങ്കിങ് നമുക്ക് ഈ സിസ്റ്റം ഇതിൽ കൂടെ രജിസ്റ്റർ ചെയ്യാനൊക്കും. കാർഡ് ടു കാർഡ് ഫണ്ട് ട്രാൻസ്ഫർ, ഒരു കാർഡിൽ നിന്ന് മറ്റൊരു കാർഡിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കും. C2C ചെക്ക് ബുക്ക് റിക്വസ്റ്റ്, ചെക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴി റിക്വസ്റ്റ് ചെയ്യാനൊക്കും. സ്റ്റേറ്റ്മെന്റ് റിക്വസ്റ്റ്, സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനൊക്കും. ആധാർ നമ്പർ CD, ആധാർ നമ്പർ ലിങ്ക് ചെയ്യാൻ നടക്കും. ഇങ്ങനെയുള്ള വളരെ വിവിധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എപ്പോഴും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടി പാർട്ടിസിപ്പേറ്റ് ഇത് ചെയ്ത് വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് ATMസും CDMC കൂടെ നമുക്ക് ചെയ്യാനൊക്കും കാർഡ് ഹോൾഡേഴ്സും.
അടുത്തത് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ആണ്, NACH. It was implemented by NPCI for banks, financial institutions, corporates and government as a web-based solution to facilitate interbank high-volume electronic transactions. ഇന്റർബാങ്കിൽ, അതായത് മറ്റ് രണ്ട് ബാങ്കുകൾ തമ്മിൽ ഹൈ വോളിയം, ഒരുപാട് വോളിയം, അതായത് ഒരു ലക്ഷക്കണക്കിനുള്ള ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് ചെയ്യാൻ പണ്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോന്നായിട്ട് എടുത്തെടുത്ത് ചെയ്ത് ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ബട്ട് നൗ ടു അവോയ്ഡ് ദാറ്റ് ഡിലേ, ഈ വെബ് ബേസ്ഡ് സൊല്യൂഷനിൽ കൂടെ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസിൽ കൂടെ. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ബൾക്ക് ട്രാൻസാക്ഷൻ ടുവേഴ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്സിഡി. ഗവൺമെന്റിന്റെ സബ്സിഡി ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക്കിന് പല ബാങ്കുകളിൽ പല സ്ഥലത്തായിട്ട്, അതായത് ജിയോഗ്രഫി ആയിട്ടും ബാങ്ക് വൈസ് ആയിട്ടും പല സ്ഥലങ്ങളിലായിട്ടുള്ള പല അക്കൗണ്ടുകളിലേക്ക് അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാനും. അതുപോലെ ഡിവിഡൻസ്, കമ്പനികളുടെ ഡിവിഡൻഡ്, അതുപോലെ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ടാകും, പല സ്ഥലത്തായിട്ടുണ്ടാകും, പല ബാങ്കുകളിലായിട്ടുണ്ടാകും, പല ബ്രാഞ്ചുകളിലായിട്ടുണ്ടാകും. ഇതിലേക്കെല്ലാം അയച്ചു കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുള്ളതിന്റെ ഇൻട്രസ്റ്റ് പലയിടത്തേക്ക് കൊടുക്കാനൊക്കെ. സാലറി, വലിയ കമ്പനികളുടെയൊക്കെ ഒരുപാട് എംപ്ലോയീസ് ഉള്ള കമ്പനികൾക്കൊക്കെ സാലറി ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ പർട്ടിക്കുലർ ടൈമിൽ സിംഗിൾ ക്ലിക്ക് ഓഫ് ദ മൗസ് അത് പേ ചെയ്യാനൊക്കെ. അതുപോലെ പെൻഷൻ കൊടുക്കുന്നതിനും ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ബൾക്ക് ട്രാൻസാക്ഷൻ ടുവേഴ്സ് കളക്ഷൻ പേയ്മെന്റ് പെർട്ടൈനിങ് ടു ടെലിഫോണിലേക്കുള്ള ഒരുപാട് ടെലിഫോൺ കണക്ഷൻസ് ഉള്ള ഒരാൾക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇത് പേ ചെയ്യാനൊക്കും. ഇലക്ട്രിസിറ്റി, വാട്ടർ, ലോൺസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് പ്രീമിയം, ഈ വക കാര്യങ്ങളെല്ലാം ബൾക്ക് ട്രാൻസാക്ഷൻസ് ഈസി ആയിട്ട് ചെയ്യാനൊക്കുന്ന ഒരു സിസ്റ്റമാണ് NACH. NACH system supports Aadhaar-based transactions which support financial inclusion measures initiated by government agencies and banks. ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്താനും NACH സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റും ഗവൺമെന്റ് ഏജൻസീസും ബാങ്ക്സും ഒക്കെ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മെഷേഴ്സിന്റെ ഭാഗമായിട്ടുള്ളത്. NACH ആധാർ പേയ്മെന്റ് ബ്രിഡ്ജ് APB സിസ്റ്റം developed by NPCI develop ചെയ്തതാണ്. has been helping the government and government agencies in making the direct benefit transfer scheme DBTS ഒരു സക്സസ് ആക്കി തീർത്തതിന്റെ പിന്നിൽ NACHന്റെ ആധാർ പേയ്മെന്റ് ബ്രിഡ്ജ് ആണുള്ളത്. APB system has been successfully channelizing the government subsidies and benefits to the intended beneficiaries using the ആധാർ numbers. ആധാർ നമ്പർ ഉപയോഗിച്ച് അവരുടെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് പോകും. ഇതിനിടയിൽ ഇന്റർമീഡിയറീസ് നിൽക്കുക. അപ്പം അങ്ങനെ വരുന്ന ഒരുപാട് അഴിമതിക്കും അങ്ങനെ കറപ്ഷനും ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഈ സബ്സിഡിയൊക്കെ കൊടുക്കുമ്പോൾ സബ്സിഡിയിലൊക്കെ ഒരുപാട് വെട്ടിയിലും തെട്ടിയിലും ഒക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഈ സിസ്റ്റം വന്നതോടെ APB സിസ്റ്റം വന്നതോടുകൂടി കൃത്യമായിട്ട് അത് ആ കൺസ്യൂമർക്ക് തന്നെ അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് തന്നെ അല്ലെങ്കിൽ ആ ആളിന് തന്നെ എത്തിക്കാൻ സാധിക്കും, അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ സാധിക്കും. മൂന്നാമത്തത് IMPS ആണ്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സിസ്റ്റം. ഒരുപാട് ഡെവലപ്മെന്റും ഒരുപാട് സഹായകരവുമായിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. IMPS offers an instant interbank electronic fund transfer. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, ഇന്റർബാങ്ക് രണ്ട് ബാങ്കുകൾ തമ്മിലുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ, അതാണ് IMPSന്റെ. ദാറ്റ് കുഡ് ബി ആക്സസ്ഡ് ഓൺ ദ മൾട്ടിപ്പിൾ ചാനൽസ് ലൈക്ക് മൊബൈലിൽ കൂടെ ചെയ്യാം, ഇന്റർനെറ്റിൽ കൂടെ ചെയ്യാം, ATM കൂടെ ചെയ്യാം, SMS ആയിട്ടും ചെയ്യാം. This service is available 24/7 including bank holidays. Even bank holidays പോലും 24 മണിക്കൂറും എല്ലാ ദിവസവും 24 മണിക്കൂറും നമുക്കിത് ചെയ്യാൻ നോക്കുന്ന ഒരു സിസ്റ്റമാണിത് IMPS. അത് മൊബൈലിൽ കൂടെ, ഇന്റർനെറ്റിൽ കൂടെ, ATM കൂടെ, SMS കൂടെ എല്ലാ രീതിയിലും ചെയ്യാൻ. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ടു ഫെസിലിറ്റേറ്റ് മൊബൈൽ പേയ്മെന്റ് സിസ്റ്റം ടു ബി ഇന്റർഓപ്പറബിൾ അക്രോസ് ബാങ്ക്സ് ആൻഡ് മൊബൈൽ ഓപ്പറേറ്റേഴ്സ് ഇൻ എ സേഫ് ആൻഡ് സെക്യൂർഡ് മാനർ. പല ബാങ്കുകളുണ്ട്, ആ ബാങ്കുകൾ തമ്മിൽ അതിനിടയിൽ ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ പല മൊബൈൽ കമ്പനീസ് ഉണ്ട്, അവരുടെ പല മൊബൈൽ ഉപയോഗിച്ചും പല ബാങ്കുകൾ ഉപയോഗിച്ചും ഒരു മൊബൈലിൽ നിന്ന് വേറെ മൊബൈലിലേക്കുള്ള ട്രാൻസ്ഫർ ചെയ്തും ആ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കണം. അതാണ് IMPSന്റെ ഒരു പ്രത്യേകത. Enable customers to use mobile devices as a channel for accessing their bank accounts and remitting funds. കസ്റ്റമറെ സഹായിക്കുക, ഈ മൊബൈല് ഉപയോഗിച്ചുകൊണ്ട് അതൊരു ചാനലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനും ഫണ്ട് റെമിറ്റ് ചെയ്യാനും അവരെ സഹായിക്കുക എന്നുള്ളതാണ് IMPSന്റെ ഒരു ഒബ്ജക്റ്റീവ്.
ടു മേക്ക് പേയ്മെന്റ് സിംപ്ലർ ജസ്റ്റ് വിത്ത് ദ മൊബൈൽ നമ്പർ ഓഫ് ദ ബെനിഫിഷ്യറി. ഒരു ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആളിന് നമുക്കൊരു പേയ്മെന്റ് നടത്താനാകും. പണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ ഒക്കുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് ഫാസ്റ്റായിട്ട് റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ വൈറലായി കയറി വന്ന ഒരു സാധനമാണ് ഈ IMPS. എല്ലാവരും അവരവരുടെ മൊബൈലിലേക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ്? ടു സബ്സർവ് ദ ഗോൾ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ ഡിജിറ്റലൈസേഷൻ ഓഫ് റീറ്റെയിൽ പേയ്മെന്റ്സ്. റീറ്റെയിൽ പേയ്മെന്റ് ഡിജിറ്റലൈസ് ചെയ്യാൻ, അതായത് ഡിജിറ്റൽ മണിയിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശമായിരുന്നു. ടു ബിൽഡ് ദ ഫൗണ്ടേഷൻ ഫോർ എ ഫുൾ റേഞ്ച് ഓഫ് മൊബൈൽ ബേസ്ഡ് ബാങ്കിങ് സർവീസ്. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, മൊബൈൽ ബേസ്ഡ് ബാങ്കിങ് സർവീസിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഇനി ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ. ഫണ്ട്സ് ക്യാൻ ബി ഇൻസ്റ്റന്റ്ലി ട്രാൻസ്ഫേർഡ് അക്രോസ് അക്കൗണ്ട്സ് ഓഫ് മെമ്പർ ബാങ്ക്സ്. ഏത് ബാങ്കിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കും. ഇറ്റ് ഈസ് അവൈലബിൾ 24/7 ഓൺ ഓൾ ഡേയ്സ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഹോളിഡേയ്സ്. ഇറ്റ് ഈസ് സേഫ്, സെക്യൂർ, ഈസിലി accessible and cost effective. It's a channel independent. It's channel independent and can be initiated from branch, mobile, internet, ATM channels. ചാനൽ ഇൻഡിപെൻഡന്റ് ആണ്. അതിൽ ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഫ്രം ബ്രാഞ്ച്, മൊബൈൽ, ഇന്റർനെറ്റ്, ATM ഏത് ചാനലിൽ കൂടെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനൊക്കുന്നതാണ്. ഓൺ എ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ റിസീവ് കൺഫർമേഷൻ ത്രൂ SMS. പണ്ട് ഒരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ യാതൊരുവിധ കൺഫർമേഷനും ഇല്ല, ആളിനെ വിളിച്ചു ചോദിക്കണമായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സെൻഡർക്കും റിസീവർക്കും SMS ആയിട്ട് കൺഫർമേഷൻ കിട്ടും, പൈസ എത്തിയിട്ടുണ്ട്, പൈസ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നാണ്. For transactions initiated using mobile, transactions will be authenticated using mobile number and MPIN. മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് മൊബൈൽ നമ്പറും MPIN ഉപയോഗിച്ചാണ്. IMPS transactions can also be initiated from ATMs. ATMs കൂടെ ചെയ്യാനാകും, മൊബൈലിൽ കൂടെ ചെയ്യാനാകും. ATMs കൂടെ ചെയ്യുമ്പോൾ can also be initiated from ATMs and internet banking channels. ഇന്റർനെറ്റിൽ കൂടെയും ATM കൂടെയും ചെയ്യാനാകും. Authentication will be done for remitting customers while using the ATM channel using a card and ATM pin. ATM ചാനലിൽ കൂടെ ചെയ്യുമ്പോൾ ATM കാർഡും ഒരു ATM പിന്നും ഉപയോഗിച്ചാണ്. മൊബൈൽ ചാനലിൽ കൂടെ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും MPIN ഉപയോഗിച്ചാണ്. ഇന്റർനെറ്റ് ബാങ്കിങ് കൂടെ ചെയ്യുമ്പോൾ യൂസർ ID, ഇന്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് ആൻഡ് ട്രാൻസാക്ഷൻ പാസ്വേഡ്, 2 പാസ്വേഡ് ഉണ്ട്, പിന്നെ യൂസർ ID ഉണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഇന്റർനെറ്റ് ബാങ്കിങ് കൂടെ ചെയ്യുന്നത്. An appropriate existing two-factor authentication method would be used for all the channels. The limit as prescribed by the bank for these channels would apply while transferring money using either of these channels. ഏത് വെച്ചാലും ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിന് അപ്പുറം ചെയ്യാനൊക്കെ അല്ല. ഇറ്റ് വിൽ ബി വിത്തിൻ ദ ലിമിറ്റ്. ഇനി അടുത്തത് UPI ആണ്, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. UPI enables immediate money transfer through mobile devices around the clock 24/7 and 365 days using a single mobile application for accessing different bank accounts. അതാണ് UPI. ഒരു സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പല ബാങ്കുകളിലുള്ള അക്കൗണ്ടുകൾ നമുക്ക് ഇതിലേക്ക് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ അറൌണ്ട് ദ ക്ലോക്ക് 24/7 and 365 days ചെയ്യാനൊക്കും. UPI സപ്പോർട്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആകുമ്പോൾ പേ റിക്വസ്റ്റ്. A pay request is a transaction where the initiating customer is pushing funds to the intended beneficiary. അതായത് നമുക്ക് ഒരാൾക്ക് പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് അയാൾക്ക് തന്നെ കൊടുക്കാനൊക്കും. പേയ്മെന്റ് അഡ്രസ് ഇൻക്ലൂഡ് മൊബൈൽ നമ്പർ ആൻഡ് MMID, അക്കൗണ്ട് നമ്പർ ആൻഡ് IFSC ആൻഡ് വിർച്വൽ ID. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഈ പേയ്മെന്റ് പോകുന്നത്. മൊബൈൽ നമ്പർ, MMID, അക്കൗണ്ട് നമ്പർ, IFSC ആൻഡ് വിർച്വൽ ID. അതുപോലെ തന്നെ കളക്ട് റിക്വസ്റ്റ് ഉണ്ട്. പേ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് അടുത്താണ്. കളക്ട് റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാൻ, അതായത് നമുക്ക് വേറെ ആളോട് റിക്വസ്റ്റ് കൊടുക്കാം, എന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ അയക്കാൻ. ആ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്ത് പോരും. കളക്ട് റിക്വസ്റ്റ് ഈസ് എ ട്രാൻസാക്ഷൻ വേർ ദ കസ്റ്റമർ ഈസ് പുള്ളിംഗ് ഫണ്ട്സ് ഫ്രം ദ ഇന്റൻഡഡ് റെമിറ്റർ ബൈ യൂസിങ് എ വിർച്വൽ ID. ഇനി നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. UPI will support the following types of non-financial transactions on any PSP app, namely മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ ചെയ്യാനൊക്കും, ജനറേറ്റ് ഓൺ ടൈം പാസ്പോർട്ട് OTP ജനറേറ്റ് ചെയ്യാനൊക്കും,
സെറ്റ് ഓർ ചേഞ്ച് പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനൊക്കും അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനൊക്കും. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനൊക്കും. റേസ് ഡിസ്പ്യൂട്ട് ഓർ റേസ് കൊറി റേസ് ചെയ്യാനൊക്കും അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്യാനൊക്കും. ഈ രീതിയിലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മൾക്ക് ചെയ്യാനൊക്കും. ഇനി അടുത്ത ഭീം ആണ്. ഭീം ആപ്പ്, ഭാരത് എന്റർപ്രൈസ് ഫോർ മണി. It enables the user to make simple, easy and quick payment transactions using unified payment interface UPI. സിമ്പിൾ ഈസി ആയിട്ടുള്ള ക്വിക്ക് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ചെയ്യാനാണ് ഭീം ഉപയോഗിക്കുന്നത്. വൺ ക്യാൻ മേക്ക് ഇൻസ്റ്റന്റ് ബാങ്ക് ടു ബാങ്ക് പേയ്മെന്റ് ആൻഡ് പേ ആൻഡ് കളക്ട് മണി യൂസിങ് ജസ്റ്റ് എ മൊബൈൽ നമ്പർ. ഒരു മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ച്, അത് രജിസ്റ്റേർഡ് ഓൺ UPI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ച് ബാങ്ക് ടു ബാങ്ക് പേയ്മെന്റ് ചെയ്യുക, പേ ആൻഡ് കളക്ട് മണി. വിർച്വൽ പേയ്മെന്റ് അഡ്രസ് ഓർ അക്കൗണ്ട് നമ്പർ ആൻഡ് IFS കോഡ് ഓഫ് ദ ബെനിഫിഷ്യറി. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാം. മൊബൈൽ നമ്പർ, വിർച്വൽ പേയ്മെന്റ് അഡ്രസ് ഓർ അക്കൗണ്ട് നമ്പർ ആൻഡ് IFS കോഡ് ഓഫ് ദ ബെനിഫിഷ്യറി. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേയ്മെന്റ് ചെയ്യാൻ നോക്കും. പേയ്മെന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സെൻഡ് മണി, പണം അയക്കാം, റിക്വസ്റ്റ് മണി റിക്വസ്റ്റ് ചെയ്യാം, സ്കാൻ ആൻഡ് പേ, നമുക്ക് സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യാനൊക്കും, ക്യാൻ ചെക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആൻഡ് ഓൾസോ പെൻഡിങ് UPI കളക്ട് റിക്വസ്റ്റ്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ നോക്കും, UPI കളക്ട് റിക്വസ്റ്റ് പെൻഡിങ് ചെക്ക് ചെയ്യാൻ നോക്കും, ക്യാൻ വ്യൂ ദ പ്രൊഫൈൽ വ്യൂ ചെയ്യാൻ നോക്കും. Bank account, the user can see the bank account linked with the Bheem app and can change and check their balance. ബാങ്ക് അക്കൗണ്ട് കാണാനൊക്കും, അതിന്റെ ഈ ഭീം ആപ്പിൽ അത് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനൊക്കും, ചെക്ക് ദെയർ ബാലൻസ്, ആ ബാലൻസ് ചെക്ക് ചെയ്യാനൊക്കും. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് ഏകദേശം 20 റീജിയണൽ ലാംഗ്വേജസ് നമുക്കിതിൽ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാനൊക്കും. പിന്നെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ യൂസറെ ബ്ലോക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ മെയിൻറ്റെയിൻ പ്രൈവസി, നമ്മുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യും. ഷെഡ്യൂൾ പേയ്മെന്റ്സ് അറ്റ് യുവർ കൺവീനിയൻസ്, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് പേയ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ നോക്കും. സ്പ്ലിറ്റിംഗ് ബിൽസ് വിത്ത് മൾട്ടിപ്പിൾ UPI യൂസേഴ്സ് അറ്റ് എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ. ബില്ല് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ UPI യൂസേഴ്സിന് അയക്കാൻ നോക്കും. IPO, അതായത് ഷെയർ മാർക്കറ്റിൽ പുതിയ IPO വരുമ്പോൾ ഭീം ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഫോർ എനി IPO ക്യാൻ ബി മെയ്ഡ്. ഏത് IPOക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. പിന്നെ UPI ഓട്ടോ പേ ക്യാൻ ബി എനേബിൾഡ് റിക്കറിംഗ് പേയ്മെന്റ്സ് സച്ച് എസ് മൊബൈൽ ബിൽസ്, ഇലക്ട്രിസിറ്റി ബിൽസ്, EMI പേയ്മെന്റ്സ്, എന്റർടൈൻമെന്റ്, OTT സബ്സ്ക്രിപ്ഷൻ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ് എമംഗ് അതേഴ്സ്. ഒരുപാട് ഓട്ടോ പേ, അതായത് നമുക്കത് ഷെഡ്യൂൾ ചെയ്തിട്ട് അതായത് ആ ഡേറ്റിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകത്തക്കാണ്. അതായത് നമ്മുടെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പേ ചെയ്ത് പോകത്തക്കോണമുള്ള ഫെസിലിറ്റിയും ഇതിലുണ്ട്. ഇതിന്റെ ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് പറയുന്നത് യൂസർ ക്യാൻ സെൻഡ് അപ് ടു ₹1 lakh പെർ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനിൽ 1 ലക്ഷം രൂപയാണ്. അതിന്റെ മാക്സിമം ഒരു ട്രാൻസാക്ഷനിൽ മാക്സിമം 1 ലക്ഷം വരെ അയക്കാനൊക്കെ ഉള്ളൂ. അതിന്റെ മാക്സിമം ₹1 lakh പെർ ഡേ പെർ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു ദിവസം 1 ലക്ഷം രൂപയാണ് മാക്സിമം അയക്കാനൊക്കുന്നത്. അതായത് ലിങ്ക്ഡ് ഓൺ ഭീമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ. ഇനി അടുത്ത പ്രോഡക്റ്റ് ആണ് BBPS, ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം. ഇത് RBI കൺസെപ്ച്വലൈസ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ഡ്രിവൺ ബൈ ദ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോർ പേയ്മെന്റ് ഓഫ് ഓൾ ബിൽസ് എനി ടൈം എനിവെയർ ടു ഓൾ കസ്റ്റമേഴ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യ മുഴുവനുള്ള അക്രോസ് എവിടെയുമുള്ള ഏത് കസ്റ്റമർക്കും എനി ടൈം, ഏത് സമയത്തും എവിടെയാണെന്നുണ്ടെങ്കിലും പേയ്മെന്റ് ചെയ്യത്തക്കോണമുള്ള ഒരു RBI കൺസെപ്ച്വലൈസ് ചെയ്ത ഒരു സിസ്റ്റമാണ്. It offers numerous bill collection categories like electricity, telecom, DTH, gas, water bills, etc. through a single window. ഒരു വിൻഡോയിൽ കൂടെ ഇതിന്റെ എല്ലാം കളക്ട് ചെയ്യാൻ നോക്കും. ഈ ബിൽസ് എല്ലാം, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലികോം, DTH, ഗ്യാസ്, വാട്ടർ ബിൽസ് തുടങ്ങിയവ. ഇതിൽ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് BBCPU, അതായത് ഭാരത് ബിൽ പേയ്മെന്റ് സെൻട്രൽ യൂണിറ്റ്. ഇത് സെൻട്രൽ യൂണിറ്റ് ആണ്. ഇറ്റ് അണ്ടർടേക്സ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ടിവിറ്റീസ്. അത് സെൻട്രൽ ആയിട്ട് ക്ലിയറിംഗും സെറ്റിൽമെന്റ് ആക്ടിവിറ്റീസും അത് മാനേജ് ചെയ്യും. റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ റൂട്ടഡ് ത്രൂ ഭാരത് ബിൽ പേ. ഈ ഭാരത് ബിൽ പേ കൂടെ റൂട്ട് ചെയ്തിരിക്കുന്ന ഇതിന്റെ സെൻട്രൽ പ്രോസസിംഗ് പേയ്മെന്റ് യൂണിറ്റ് ആണ് BBCPU. അടുത്തത് BBPOU ആണ്, അതായത് ഭാരത് ബിൽ പേയ്മെന്റിന്റെ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ആണ്. പേയ്മെന്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റും പേയ്മെന്റ് സെൻട്രൽ യൂണിറ്റും, ഈ 2 യൂണിറ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്. ഓപ്പറേറ്റിംഗ് യൂണിറ്റിൽ ഇസ് ദ എൻറ്റിറ്റി ദാറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ഇന്റഗ്രേറ്റ് either with the customers or with the billers or as both, രണ്ടുപേരോടും.
കസ്റ്റമറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ലറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഭാരത് QR കോഡ്. QR കോഡ് ക്യാൻ ബി റെഡ് ബൈ ആൻ ഇമേജിംഗ് ഡിവൈസ് സച്ച് എസ് ക്യാമറ പോലുള്ള ഒരെണ്ണം വെച്ച് സ്കാൻ ചെയ്തെടുക്കുന്നതാണ് ഈ QR കോഡ്. അങ്ങനെയുള്ളതിന് അത് റീഡ് ചെയ്യാനെടുക്കും. QR കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഐറ്റം ടു വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ്. അത് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഭാരത് QR ഈസ് P2M. P2M എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു മർച്ചന്റ് മൊബൈൽ പേയ്മെന്റ് സൊല്യൂഷൻ വിച്ച് ഇസ് മ്യൂച്വലി ഡിറൈവ്ഡ് എമംഗ് NPCI, വിസ ആൻഡ് മാസ്റ്റർ കാർഡ് പേയ്മെന്റ് നെറ്റ്വർക്ക്സ്. NPCIയും വിസയും മാസ്റ്റർ കാർഡ് പേയ്മെന്റ് നെറ്റ്വർക്ക്സോട് ചേർന്ന് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് ഈ ഭാരത് QR. Users can pay the utility bills at PQR registered merchant locations using PQR enabled mobile banking apps without sharing any user credentials with the merchant. മർച്ചന്റിന് യാതൊരു ഡീറ്റെയിൽസും അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസും പാസ് ഓൺ ചെയ്യാതെ ഇതിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള PQR രജിസ്റ്റേർഡ് മർച്ചന്റ് ലൊക്കേഷനിൽ യൂസിങ് PQR enabled മൊബൈൽ ബാങ്ക് ആപ്പ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനൊക്കെ, യൂട്ടിലിറ്റി ബിൽസും എല്ലാം പേ ചെയ്യാനും. The user has to scan the Bharat QR code at the merchant store and select a card to make the payment. ഉപയോഗിക്കുന്ന ആളിന് ഈ QR കോഡ് സ്കാൻ ചെയ്ത് മർച്ചന്റ് സ്റ്റോറിൽ എന്നിട്ടത് ഒരു കാർഡ് സെലക്ട് ചെയ്ത് പേയ്മെന്റ് നടത്താനും. അടുത്ത റുപേ കാർഡ്, ക്രെഡിറ്റ് കാർഡ് ആണ്. റുപേ is a card payment scheme launched by the NPCI. Rupee is the coinage of two terms, rupee and payment. റുപ്പി ആൻഡ് പേയ്മെന്റ്, അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. ഇത് ഒരു കാർഡ് പേയ്മെന്റ് സ്കീമാണ്, കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ലോവർ കോസ്റ്റ് ആൻഡ് അഫോർഡബിലിറ്റി സിൻസ് ദ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് വിൽ ഹാപ്പൻ ഡൊമസ്റ്റിക്. മറ്റുള്ള കാർഡുകളിൽ, അതായത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അങ്ങനെയുള്ള കാർഡുകളിലൊക്കെ ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഓവർസീസ് ആണ്. പക്ഷെ ഇത് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് വിൽ ഹാപ്പൻ ഡൊമസ്റ്റിക്കലി, ഇന്റേണലായിട്ട്, അതായത് ഇന്ത്യക്കകത്താണ് ഇതിന്റെ ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് വുഡ് ലീഡ് ടു എ ലോവർ കോസ്റ്റ് ഓഫ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ. ഓവർസീസ് ആകുമ്പോൾ ക്ലിയറിംഗിനും സെറ്റിൽമെന്റിനും ഒക്കെ ഒരുപാട് സമയവും എടുക്കും, കോസ്റ്റും കുറെ കൂടുതലായിരിക്കും. പക്ഷെ ഇതാകുമ്പോൾ ഒരു ലോവർ കോസ്റ്റിൽ ഇന്ത്യക്കകത്ത് തന്നെ ചെയ്യുന്നതുകൊണ്ട് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റിനുള്ള നൂലാമാലകൾ വളരെ കുറവായിരിക്കും. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ഓഫറിംഗ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഇന്ത്യൻ കൺസ്യൂമേഴ്സ്. ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മറ്റേതാകുമ്പോൾ ഓവർസീസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഡേറ്റയൊക്കെ ഒരുപാട് പുറത്തു പോകും. അപ്പൊ അങ്ങനെ അതിന്റെ കസ്റ്റമറെ കുറിച്ചുള്ള ഒരുപാട് നമ്മൾ റിവീൽ ചെയ്യും, അറിയാതെ റിവീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് കൺസ്യൂമേഴ്സിനെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പ്രൊവൈഡ് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഓപ്ഷൻസ് ടു അൺടാപ്ഡ് അൺഎക്സ്പ്ലോർഡ് കൺസ്യൂമർ സെഗ്മെന്റ്സ്. ഇത് ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ടാപ്പ് ചെയ്തിട്ടില്ലാത്ത കൺസ്യൂമർ സെഗ്മെന്റ്സ് ഉണ്ട്, അവർക്ക് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഓപ്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇന്റർ ഓപ്പറബിലിറ്റി ബിറ്റ്വീൻ പേയ്മെന്റ് ചാനൽസ് ആൻഡ് പ്രോഡക്ട്സ്. ഇറ്റ് ഈസ് യുണീക്ലി പൊസിഷൻ ടു ഓഫർ complete interoperability between various payments channels and products. The vision of Digital India. Digital initiatives by the government of India aims to turn India into a digitally empowered society and a knowledge-based economy by 2030. 2030 ഓടുകൂടി ഇന്ത്യ ഒരു ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റിയും നോളജ് ബേസ്ഡ് എക്കണോമിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതിന്റെ വിഷൻ. ദ വിഷൻ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ പറയുമ്പോൾ അതിൽ മെയിനായിട്ട് 3 കീ വിഷൻ ഏരിയാസ് ആണുള്ളത്. ഒന്ന്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ ബേസിക് യൂട്ടിലിറ്റി ടു എവരി സിറ്റിസൺ. എല്ലാ സിറ്റിസണിനും ഒരു ബേസിക് യൂട്ടിലിറ്റി ആയിട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നൽകുക. ഗവേണൻസ് ആൻഡ് സർവീസസ് ഓൺ ഡിമാൻഡ്. ഓൺ ഡിമാൻഡിൽ സർവീസസും ഗവേണൻസും മാനേജ്മെന്റും കാര്യങ്ങൾ ചെയ്യുക. 3, ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് സിറ്റിസൺസിനെ ഡിജിറ്റലി എംപവർ ചെയ്യുക. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ ബേസിക് യൂട്ടിലിറ്റി ടു എവരി സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അവൈലബിലിറ്റി ഓഫ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആസ് എ ടൂൾ ഫോർ ഡെലിവറി ഓഫ് സർവീസ് ടു സിറ്റിസൺ. ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒരു ടൂളായി അവൈലബിൾ ആയിരിക്കുക. എ ലൈഫ് ലോങ് ഡിജിറ്റൽ ഐഡന്റിറ്റി ദാറ്റ് ഈസ് യുണീക് ടു എവരി സിറ്റിസൺ. ഏത് സിറ്റിസണെയും ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റി കൂടി റെക്കഗ്നൈസ് ചെയ്യാനൊക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് വരിക. Mobile phone and bank account for enabling citizen participation in digital and financial space. Easy access to common service centers
ഷെയറബിൾ പ്രൈവറ്റ് സ്പേസ് ഓൺ പബ്ലിക് ക്ലൗഡ്. പബ്ലിക് ക്ലൗഡിൽ ഓരോ ഇൻഡിവിജ്വലിനും പ്രൈവറ്റ് സ്പേസ് ഷെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുക. അത്രയുമാണ് അതിലുള്ളത്. ഇനി അടുത്തത് ഗവേണൻസ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്. അടുത്ത കീ ഫാക്ടറിലേക്ക് വരുമ്പോൾ ഇതിന്റെ കീഴിൽ 6 ഫാക്ടേഴ്സ് ആണുള്ളത് ക്രിട്ടിക്കൽ ഫോർ എൻഷുറിംഗ് ദാറ്റ് governance and services are available to all people and other stakeholders in the country on demand. ഓൺ ഡിമാൻഡിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടേണ്ട ആ ഗവേണൻസ് ആൻഡ് സർവീസിലുള്ള 6 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. സീംലെസ്ലി ഇന്റഗ്രേറ്റഡ് സർവീസസ് അക്രോസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ജുറിഡിക്ഷൻസ്. ഡിപ്പാർട്ട്മെന്റും ജുറിഡിക്ഷനും തമ്മിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സർവീസ് എപ്പോഴും ഉണ്ടായിരിക്കും. അവൈലബിലിറ്റി ഓഫ് സർവീസ് ഇൻ റിയൽ ടൈം ഓൺ ദ വെബ് ആസ് വെൽ ആസ് മൊബൈൽ. മൊബൈലിലും വെബിലും സർവീസ് അവൈലബിൾ ആയിരിക്കുക റിയൽ ടൈം. എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നു, ഈ 10 to 5 അല്ലാതെ എപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നു ആ സമയത്ത് സർവീസ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുക. ദ എൻടൈറ്റിൽമെന്റ്സ് ഓഫ് ഓൾ സിറ്റിസൺ ടു ബി പോർട്ടബിൾ ആൻഡ് അവൈലബിൾ ഓൺ ദ ക്ലൗഡ്. ഒരു സിറ്റിസന്റെ എല്ലാ എൻടൈറ്റിൽമെന്റ്സും ക്ലൗഡിൽ അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ അത് ക്ലൗഡിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കുക. ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് സർവീസസ് ടു ഇംപ്രൂവ് ദ കൺവീനിയൻസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഡിജിറ്റലി ബിസിനസ് ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടി എല്ലാ സർവീസസും ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യുക. മേക്കിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ക്യാഷ്ലെസ് ആൻഡ് ഡിജിറ്റൽ. ക്യാഷ് ഉപയോഗിക്കാതെ ഡിജിറ്റലായിട്ട് മാത്രം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ സഹായിക്കുക. ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം ടു ബി ലെവറേജ്ഡ് ഫോർ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ ലെവറേജ് ചെയ്തുകൊണ്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും അതിന്റെ ഡെവലപ്മെന്റിനും സഹായിക്കുക. ഇത്രയാണ് ഗവേണൻസ് ആൻഡ് സർവീസസ് ഓൺ ഡിമാൻഡ് വരുന്നത്. അടുത്ത മൂന്നാമത്തെ കീ ഫാക്ടർ ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് സിറ്റിസൺ. ഇതിൽ 5 ഫാക്ടേഴ്സ് ആണുള്ളത് എൻഷുറിംഗ് ദ ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് സിറ്റിസൺസ്. ഒന്ന് യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി. ഡിജിറ്റൽ ലിറ്ററസി യൂണിവേഴ്സൽ ആയിട്ട് കൊടുക്കുക. യൂണിവേഴ്സലി ആക്സസിബിൾ ഡിജിറ്റൽ റിസോഴ്സസ് യൂണിവേഴ്സലി ആക്സസിബിൾ ആക്കുക. ഡിജിറ്റൽ റിസോഴ്സസ് ഓർ സർവീസസ് ടു ബി മെയ്ഡ് അവൈലബിൾ ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്. സാധാരണ ഇതുപോലുള്ള സർവീസസുകളൊക്കെ കൂടുതലും ഇംഗ്ലീഷിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൊളാബറേറ്റീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഫോർ പാർട്ടിസിപ്പേറ്റീവ് ഗവർണൻസ്. പലർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോകണം. Collaborative digital platforms. Citizens are not required to submit government document certificates physically. എന്താവശ്യത്തിന് പോയാലും ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അതായത് ഇനി സിറ്റിസൺസ് ആർ നോട്ട് റിക്വയർഡ് ടു സബ്മിറ്റ് ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കറ്റ്സ് ഫിസിക്കലി കൊടുക്കേണ്ട കാര്യമില്ല. അത് നമുക്കൊരു സിസ്റ്റത്തിൽ കീപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സം ഇമ്പോർട്ടന്റ് ഇനിഷ്യേറ്റീവ്സ് അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ആധാർ. ഇതൊരു 12 ഡിജിറ്റ് ആധാർ നമ്പർ. ഇതൊരു 12 ഡിജിറ്റ് ഉള്ളതാണ് ഈ ആധാർ നമ്പർ. ആധാറിന് എത്ര ഡിജിറ്റ് ആണെന്നുള്ള ഒരു ചോദ്യം വന്നവർക്ക് ഓർക്കുന്നുണ്ട്. പ്രൊവൈഡഡ് ബൈ ദ UIDA യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ടു ഇന്ത്യൻ ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വലിനും കൊടുക്കുന്ന 12 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ് ഈ ആധാർ നമ്പർ എന്ന് പറയുന്നത്. Person willing to enroll has to provide minimal demographic along with the biometric information during the enrollment process. ഈ എൻറോൾമെന്റ് പ്രോസസ്സിൽ ബയോമെട്രിക് ഇൻഫർമേഷൻ കൊടുക്കണം, ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. രണ്ടാമത്തത് പ്രധാനമന്ത്രി ജൻ ധൻ യോജന PMJDY. PMJDY is a nationwide scheme launched to ensure the financial inclusion of every individual who does not have a bank account. എല്ലാവർക്കും ഒന്നും നേരത്തെ ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. കുറെ പ്രിവിലേജ്ഡ് ആൾക്കാർ മാത്രം കൊണ്ടുവരുന്ന ഒരു സ്വകാര്യ സ്വത്തായിരുന്നു ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിപ്പോൾ അത് മാറ്റി ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പാർട്ടായിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും, അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാ ഇൻഡിവിജ്വൽസിനും നാഷണൽ വൈഡ് സ്കീം ലോഞ്ച്ഡ്. അതാണ് PMJDY. An individual who does not have any bank account can open a basic bank deposit BSBD account. Basic Saving Bank Deposit BSBD. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് അതിന് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെല്ലുമ്പോൾ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. മിനിമം ബാലൻസ് എത്ര വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറയാനില്ല. പക്ഷേ ഒരു BSBD ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ത്രൂ ദ സ്കീം അറ്റ് എനി ബാങ്ക്, ഏത് ബാങ്കിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓർ ത്രൂ ബിസിനസ് കറസ്പോണ്ടന്റ്, അതായത് ബാങ്ക് മിത്ര അല്ല വഴിയും ബാങ്ക് മിത്രയുടെ ഔട്ട്ലെറ്റ് വഴിയും ചെയ്യാനും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നോട്ട് നെസസിറ്റി ടു കീപ് മിനിമം ബാലൻസ്. ഇതിന്റെ മിനിമം ബാലൻസ് വേണ്ട. റുപ്പേ ഡെബിറ്റ് കാർഡ് കൊടുത്തിരിക്കും പ്രൊവൈഡഡ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഈസ് അവൈലബിൾ. പിന്നെ OD ഫെസിലിറ്റി ഓഫ് 10,000 ഈസ് അവൈലബിൾ ടു ക്വാളിഫയിങ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. എല്ലാവർക്കും ഇല്ല, ക്വാളിഫയിങ് ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് 10,000 വരെ OD കിടക്കും.
PMJDY account holders avail the benefits under Direct Benefit Transfer (DBT), Pradhan Mantri Jeevan Jyoti Bima Yojana (PMJJBY), Adal Pension Yojana (APY), Pradhan Mantri Suraksha Bima Yojana (PMSBY) and Mudra schemes. അവർക്ക് ഇതിന്റെ കീഴിൽ നിന്നുള്ള ബെനിഫിറ്റ് അവൈൽ ചെയ്യാനൊക്കും. അതായത് മിനിമം ബാലൻസ് വേണ്ട, ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, എലിജിബിൾ ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 10,000 rupees വരെ OD ഫെസിലിറ്റി കിട്ടും. പിന്നെ PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സിന് DBT, PMJJBY, APY, PMSBY, മുദ്ര തുടങ്ങിയ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും. അടുത്ത ഒരു ഇതാണ് ജാം, ജൻധൻ യോജന ആധാർ ആൻഡ് മൊബൈൽ നമ്പർ. ജൻധൻ യോജന, ആധാർ, mobile number. JAM is an acronym that stands for Jandhan Yojana, Aadhaar and mobile number employed to identify the poor to secure direct payment of subsidy. സബ്സിഡിയുടെ ഡയറക്റ്റ് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണിത്. കീ ബെനിഫിറ്റ്സ് ഓഫ് JAM ആർ ഹെൽപ്പ് ടു മിനിമൈസ് അവന്യൂസ് ഓഫ് കറപ്ഷൻ. അഴിമതികൾ കുറയ്ക്കാൻ സാധിച്ചു, ഇറഗുലാരിറ്റീസ് കുറയ്ക്കാൻ സാധിച്ചു, റോങ് ഡൂയിങ് കുറയ്ക്കാൻ സാധിച്ചു, ആൻഡ് പിൽഫറേജ്, കൊഴിഞ്ഞുപോക്ക്, ബൈ എലിമിനേറ്റിംഗ് ദി നീഡ് ഫോർ മിഡിൽ മെൻ ഓർ കൺഡ്യൂയിറ്റ്സ്. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ബെനിഫിറ്റ് എല്ലാം കിട്ടാനുള്ള ഒരു സൗകര്യമാണ് ജാം, ജൻധൻ യോജന, ആധാർ ആൻഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള ജാം. അടുത്തത് പ്രൊമോട്ട്സ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് among the beneficiaries using ATMs and payment cards instead of physical visit to the bank. ബാങ്കിലേക്ക് പോകാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി ബെനിഫിഷ്യറീസിന് ATMസും പേയ്മെന്റ് കാർഡ്സും ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. ആ ട്രാൻസാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ജാമിന്റെ ഒരു ഉത്തരവാദിത്വം. അടുത്തത് BBNL, ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്, എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ദ കമ്പനീസ് ആക്ട്, tasked with developing India's national optical fiber network. A special purpose vehicle established by the government of India under the Companies Act. അതാണ് നെറ്റ്വർക്ക്, ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് കിട്ടുക എന്നുള്ളത്. അടുത്ത ഡിജിലോക്കർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഡിജിലോക്കർ പ്ലാറ്റ്ഫോം സപ്പോർട്ട്സ് പേപ്പർലെസ് ഗവേണൻസ് ഫോർ ഇഷ്യൂയിങ് ആൻഡ് വെരിഫൈങ് പേപ്പേഴ്സ് ഡിജിറ്റലി ആൻഡ് സർട്ടിഫിക്കേഷൻസ്, എലിമിനേറ്റിംഗ് ദ നെസസിറ്റി ഓഫ് ഫിസിക്കൽ ഡോക്യുമെന്റ്. ഫിസിക്കൽ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ പേപ്പേഴ്സും ഡിജിറ്റലി സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ ഡിജിറ്റലി വെരിഫൈ ചെയ്യാനൊക്കുന്ന ഒരു സൗകര്യമാണ് ഡിജിലോക്കർ. ഈ ഡിജിലോക്കറിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഡിജിറ്റലി സൂക്ഷിക്കാനൊക്കും. ഈ ഡിജിലോക്കറിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷനോ അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവുകയില്ല. അതാണ് ഡിജിലോക്കർ എന്ന് പറയുന്നത്. ഇനി ഇ സൈൻ, ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇ സൈൻ. ഇ സൈൻ ഈസ് വൺ ഓഫ് ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദ പേപ്പർലെസ് റെവല്യൂഷൻ. പേപ്പർലെസ് റെവല്യൂഷന്റെ ഏറ്റവും വലിയൊരു കമ്പോണന്റ് ആണ് e-sign. Under the Digital India Initiative, e-Mudra has created e-signature services. e-Mudraയിൽ e-signature services ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ ന്യൂ ആൻഡ് റെവല്യൂഷണറി ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർവീസ്, അതാണ് e-sign എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർവീസ് ദാറ്റ് അലൗസ് എ പാൻ കാർഡ് ഓർ ആധാർ holder to sign a document digitally quickly from anywhere at any time. ഏത് സമയത്തും ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ഡോക്യുമെന്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിരിക്കണം, ആ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഇതെല്ലാം ചെയ്യേണ്ടി വരും. പക്ഷേ കേരളത്തിലിരിക്കുന്ന ഒരാൾക്ക് ഡൽഹിയിലുള്ള ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ നടക്കുന്ന പറഞ്ഞാൽ ഒന്നിലെ ഡോക്യുമെന്റ് കേരളത്തിലേക്ക് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾ ഡൽഹിയിൽ ചെല്ലണം. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ എനിവെയർ ആൻഡ് അറ്റ് എനി ടൈം യൂസിങ് ദ e-sign we can sign that document. e-sign is a web-based electronic signature service to allow an Aadhaar holder to sign a document digitally. അതാണ് e-sign എന്ന് പറയുന്നത്. A web-based electronic signature service to allow an Aadhaar holder to sign a document digitally. e-sign online electronic signature service will benefit those organizations which require submission of large number of signed papers from users to provide service like digital locker, income tax, financial sector, passport office, telecommunication sector, education institutes, etc. ഇങ്ങനെയുള്ളത് റിക്വയർ സബ്മിഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സൈൻഡ് പേപ്പേഴ്സ്. ഒരുപാട് സൈൻഡ് പേപ്പേഴ്സ് കൊടുക്കേണ്ടടുത്ത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരെണ്ണം മാത്രം വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ സ്ഥലത്താണ് വേണ്ടത് ആ സ്ഥലത്തെല്ലാം ഓട്ടോമാറ്റിക്കലി പേസ്റ്റ് ആവും. അങ്ങനെ ആ ഡോക്യുമെന്റ് റിട്രീവ് ചെയ്ത് എടുക്കാനൊക്കും. ഇതാണ് e-sign കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് സർവീസിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സും ഇന്നോവേഷൻസും ഡേ ടു ഡേ ബേസിസിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യന്റെ ഓരോ ആവശ്യങ്ങളും കണക്ക് കൂട്ടി ഗവൺമെന്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്.
ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത്. എല്ലാവർക്കും പഠിച്ചിരിക്കുന്നത് സാധാരണക്കാർക്കും പഠിക്കുന്നവർക്കും എക്സാം എഴുതുന്നവർക്കും എല്ലാവർക്കും വളരെ ആവശ്യമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ആണ് ഇതിന്റെ കീഴിലുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇഫ് യു ഫീൽ ദ കണ്ടന്റ്സ് ആർ റിലവന്റ്, പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ. Thank you.